من أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة صدقوا العهد مع الرحمن فجزاهم فرحا ومسرة بشراهم بالجنة سبقت يا للبشرى يا للبشرى. والرابع أقربهم رحما ابن العم وزوج الزهراء باب العلم علي كان ولي رسول الله وظهرا كان كهارون إلى موسى يحفظ سره يشدد أزرا أحب الله محب علي وابنيه الحسنين الخيرة من السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മുസ്ലിം ലോകത്തിൻ്റെ 4ാമത്തെ ഖലീഫയാണ് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പുത്രി ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ്. വലിയ പണ്ഡിതനാണ്, ധീരനാണ്, പ്രഭാഷകനാണ്, ഹാഷിമി കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഇങ്ങനെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞാൽ തീരാത്ത വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹ, ഞാൻ അറിവിൻ്റെ പട്ടണവും അലി അതിലേക്കുള്ള വാതിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഖൈബർ യുദ്ധവേളയിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, ലൗ ഉഅതിയന്ന റായത ഗദൻ റജുലൻ യഫ്തഹുല്ലാഹു അലാ യദൈ, നാളെ ഞാൻ ഖൈബറിൻ്റെ യുദ്ധം നയിക്കാനുള്ള പതാക ഒരാൾക്ക് കൊടുക്കും, അയാളുടെ കരങ്ങളാൽ അള്ളാഹു അവിടെ വിജയമുണ്ടാക്കും. ആ കൊടുക്കുന്ന ആളെ ഒരു വിശേഷണവും കൂടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആരാണെന്ന് പറഞ്ഞിട്ടില്ല, റജുലൻ, ഒരാൾക്ക് ഞാൻ കൊടുക്കും. എന്താണ് അയാളുടെ പ്രത്യേകത? യുഹിബ്ബുല്ലാഹ വ റസൂല, അയാൾ അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. വയുഹിബ്ബുഹുല്ലാഹു വ റസൂലു, അയാളെ അള്ളാഹുവും റസൂലും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. സ്വഹാബികൾക്കൊക്കെ ആകാംക്ഷയായി, ആരായിരിക്കും അയാൾ? അള്ളാഹു റസൂലും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ആളാണ്, അള്ളാഹിൻ്റെ റസൂലിനെ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്ന ആളാണ്. അയാളുടെ കരങ്ങളാൽ ഖൈബർ വിജയിക്കും. ഓരോ സ്വഹാബിയും ആഗ്രഹിച്ചു പോയി, നാളെ അള്ളാഹിൻ്റെ റസൂൽ ആ പതാക എൻ്റെ കയ്യിൽ തന്നിരുന്നെങ്കിലെന്ന്. അങ്ങനെ പിറ്റേ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഓരോരുത്തരും എനിക്ക് പതാക കിട്ടുമെന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന സമയത്ത് അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, അതിന് അലി എവിടെയാണ്? അതാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മദീനയിൽ ഹിജ്റ പോയി എല്ലാവരും എത്തിയ സമയത്ത് അള്ളാഹിൻ്റെ റസൂൽ ഓരോരുത്തർക്കും ഓരോ സുഹൃത്തുക്കളെ ആക്കി കൊടുത്തു. ആഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന അസ്ഹാബിഹി, തൻ്റെ സഹാബികൾക്കിടയിൽ നബി ഹുവത്ത് സ്ഥാപിച്ചു കൊടുത്തു. അങ്ങനെ ഓരോരുത്തർ ഈയും സഹോദരനാണ്. അങ്ങനെ അൻസാറുകളെയും മുഹാജിറുകളെയും പരസ്പരം സഹോദരന്മാരാക്കി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, എനിക്ക് ആരെയും സുഹൃത്താക്കി തന്നിട്ടില്ലല്ലോ, എനിക്കാരും കിട്ടിയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പം പറഞ്ഞു, അൻത അഖീ ഫിദ് ദുനിയ വൽ ആഖിറ, അലി, നീയാണ് ഇവിടെ ദുനിയാവിലും നാളെ ആഖിറത്തിലും എൻ്റെ സഹോദരൻ. ഇതാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠത. ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം നിലനിൽക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, നബിയോട് അള്ളാഹു പറയാണ്, നിങ്ങളീ കൊണ്ടുവന്ന സത്യദീനിൽ ആരെങ്കിലും നിങ്ങളോട് തർക്കിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയണം, നിങ്ങളെ കുടുംബങ്ങളെയും ഞാൻ എൻ്റെ കുടുംബത്തെയും വിളിക്കാം, എന്നിട്ട് നമുക്ക് ശാപപ്രാർത്ഥന നടത്താം. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എനിക്ക് നാശമുണ്ടാവട്ടെ, നിങ്ങൾ പറയുന്നതാണ് തെറ്റെങ്കിൽ നിങ്ങൾക്ക് നാശമുണ്ടാവട്ടെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്
നദ്ഉ അബ്നാഅന വ അബ്നാഅക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിളിക്കുകയും ഞാൻ എൻ്റെ കുട്ടികളെയും വിളിക്കാം. ഈ ആയത്തിറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ ബീവിയെയും റളിയല്ലാഹു അൻഹ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഇവരെ വിളിച്ചു അടുത്തേക്ക്. ഇവരടുത്ത് വിളിച്ചിരുത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഹഉലാഇ അഹ്ലി, ഇവരാണ് എൻ്റെ കുടുംബം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തോട് ഇത്രയേറെ ചേർന്ന് നിന്ന, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം ആവോളം നേടിയ പരിശുദ്ധ ദീനിന് വേണ്ടി സമർപ്പിതമായ ജീവിതമായിരുന്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമ്മളിനി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തെക്കുറിച്ചൊന്ന് പഠിക്കാം. അലി റളിയല്ലാഹുവിൻ്റെ ജനനത്തെക്കുറിച്ച്, ഏത് കുടുംബത്തിലാണ് വളർന്നത് എന്നതിനെക്കുറിച്ചൊക്കെ കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അള്ളാഹുവിൻ്റെ റസൂലും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹാഷിമി കുടുംബത്തിലാണ് ജനിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ്, അലി റളിയല്ലാഹുവിൻ്റെ ഉപ്പയുടെ പേര് അബൂ ത്വാലിബ് എന്നാണ്. അബൂ ത്വാലിബ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മിൻ്റെ എളാപ്പയുടെ മകനാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഹാഷിമിയാണ്, ഖുറൈശിയാണ്, മക്കയിലാണ് ജനിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിൻ്റെ 10 വർഷം മുമ്പാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അതായത് നബിയും അലി റളിയല്ലാഹു അൻഹുവും തമ്മിൽ 30 വയസ്സിൻ്റെ മാറ്റമുണ്ട്. നബിയുടെ 30 വയസ്സ് താഴെയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആമുൽ ഫീൽ അനക്കലഹ വർഷം 30 റജബ് 12-നാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ആദ്യം അലി റളിയല്ലാഹു അൻഹുവിന് ഇട്ട പേര് ഹൈദർ എന്നായിരുന്നു. നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹു ഹൈദർ എന്നൊരു പേര് കൂടെ ഉണ്ട്. ആദ്യ പേര് അതായിരുന്നു. പിന്നീടാണ് പേര് മാറ്റി അലി എന്നാക്കിയത്. ഹൈദർ എന്ന പദത്തിൻ്റെ അർത്ഥം സിംഹം എന്നാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരുപാട് വിളിപ്പേരുകളുണ്ട്, ലഖബുകളുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായതുകൊണ്ട് തന്നെ അബുൽ ഹസൻ എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുന്നു. അതുപോലെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചിരുന്ന മറ്റൊരു പേര് അബുർ റൈഹാനത്തൈൻ എന്നാണ്. റൈഹാൻ പുഷ്പം. റൈഹാനത്തൈൻ എന്ന് പറഞ്ഞാൽ 2 റൈഹാൻ പുഷ്പങ്ങളുടെ പിതാവ്. അതായത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ 2 റൈഹാൻ പുഷ്പങ്ങളുടെ പിതാവ്. അതുപോലെ സിദ്ദീഖ് എന്ന പേരും വിളിപ്പേരുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും. മറ്റൊരു വിളിപ്പേര് അബൂ തുറാബ് എന്നാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു വിളിപ്പേര് അബൂ തുറാബ് എന്നാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച പേരാണ്. ഈ പേര് വിളിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം, ഒരു സംഭവമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക്, മകളുടെ വീട്ടിലേക്ക് വരിക. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. അപ്പോൾ നബി അന്വേഷിച്ചു, അതിന് അലി എവിടെയാണ്? അപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നു, എന്തോ ഒരു പിണക്കത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇവിടെ നിന്നാണ്ട് ഇറങ്ങിയതാണ്, അത് അവിടെ പള്ളിക്കുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ ചെന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ കിടക്കുന്നുണ്ട്. അന്ന് പള്ളി നമുക്കറിയാം, ഇന്നത്തെ പോലെ കാർപ്പറ്റിട്ട മാർബിളും ടൈൽസുള്ള പള്ളിയൊന്നുമല്ല, മണലാണ്. ആ മണലിൽ അലി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു കിടക്കുന്ന രൂപം കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് ചെന്ന്, മണലിൽ കിടക്കുകയാണ്, ദേഹമാസകലം മണലായിട്ടുണ്ട്. നബി അടുത്ത് ചെന്നിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് അലി റളിയല്ലാഹുവിൻ്റെ മേലുള്ള മണലിങ്ങനെ തട്ടാൻ തുടങ്ങി. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് അലി റളിയല്ലാഹുവിൻ്റെ ദേഹത്ത് പുരണ്ട മണൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തട്ടി മാറ്റുക. അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ റസൂൽ വിളിച്ചു, ഇജ്ലിസ് യാ അബാ തുറാബ്. തുറാബ് പറഞ്ഞ മണൽ, ദേഹത്താകെ മണൽ പറ്റി കിടക്കുകയാണല്ലോ. ആ ഒരു വാത്സല്യത്തോടെയുള്ള വിളിയാണ് ഇജ്ലിസ് യാ അബാ തുറാബ്, എണീറ്റിരിക്കൂ. അങ്ങനെയാണ് അബൂ തുറാബ് എന്ന പേര് വരുന്നത്. അപ്പോൾ റൈഹാനത്തൈൻ എന്ന പേരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചതാണ്. അലി റളിയല്ലാഹു അൻഹു വിളിച്ചൊരു ദിവസം പറഞ്ഞു, സലാമുൻ അലൈക യാ അബർ റൈഹാനത്തൈൻ. അബർ റൈഹാനത്തൈൻ, നിനക്ക് സലാം. ഫഅൻ ഖലീലിൻ യദ്ഹബു റുക്നാക്.
വളരെ അടുത്ത് തന്നെ നിന്റെ രണ്ടു തൂണുകൾ നിനക്ക് നഷ്ടപ്പെടും. വല്ലാഹു ഖലീഫത്തി അലൈക്, പിന്നെ നിന്റെ ഖലീഫ, നിന്റെ മേലുള്ള എൻ്റെ ഖലീഫ അള്ളാഹുവാണ്. പിന്നീട് ഉടനെയാണ് നിന്റെ 2 തൂണുകൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ ഉടനെയാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് സംഭവിക്കുന്നത്. ഫാത്തിമ ബീവിയുടെ വഫാത്ത് സംഭവിക്കുന്നു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമയുടെ വഫാത്ത് സംഭവിച്ചപ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് സംഭവിച്ചപ്പോഴൊക്കെ അലി റളിയല്ലാഹു അൻഹു തിരിച്ചറിയാൻ കഴിഞ്ഞു, ഒന്നാമത്തേത് പോയപ്പോൾ ഇതാണ് എൻ്റെ ഒന്നാമത്തെ തൂണ് നഷ്ടമാകുമെന്ന് പറഞ്ഞത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ പറഞ്ഞു, ഇതാണ് എൻ്റെ രണ്ടാമത്തേത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്ദുൽ മുത്തലിബാണ് വല്ലിപ്പ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു മഹത്തറിയണമെങ്കിൽ ആരുടെ തർബിയത്തിലാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വളർന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അബ്ദുൽ മുത്തലിബ് ആരാണ്? സയ്യിദു മക്കയാണ്, മക്കയുടെ നേതാവാണ്. എന്നല്ല, സയ്യിദുൽ അറബാണ്, അറബികളുടെ നേതാവാണ്. ആ കാലത്ത് ഹജ്ജിന് വന്ന ആളുകൾക്കും മറ്റൊക്കെ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കാൻ ചുമതലയുണ്ടായിരുന്ന, അതിന് നേതൃത്വം വഹിച്ചിരുന്ന വലിയ മഹാത്മ്യമുള്ള ആ നാട്ടിലേറ്റവും തറവാടിയായ മനുഷ്യനാണ് അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് അബൂ ത്വാലിബ്. അബ്ദുൽ മുത്തലിബിൻ്റെ മരണശേഷം നമുക്കറിയുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി വളർത്തുന്നത് അബൂ ത്വാലിബാണ്, മകനാണ്. അബൂ ത്വാലിബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്മിലുള്ള ഹൃദയബന്ധം നമ്മൾ ചരിത്രത്തിൽ കുറേ മനസ്സിലാക്കിയതാണ്. ആ അബൂ ത്വാലിബാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്. നബിയെ പ്രതിസന്ധികളിലൊക്കെ സംരക്ഷിച്ചത് അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പ്രതിസന്ധികളിലൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട്. ഈ ദഅവത്തുമായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പലരും, കാരണം അബൂ ത്വാലിബാണ് നബിക്ക് സംരക്ഷണം കൊടുക്കുന്നത്, പലരും വന്ന് അദ്ദേഹത്തോട് നിങ്ങൾ മുഹമ്മദിനോട് അത് അവസാനിപ്പിക്കാൻ പറയണമെന്ന് പറഞ്ഞു. പല സമ്മർദ്ദങ്ങളും വരുമ്പോൾ അതിനൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് നബിക്ക് അബൂ ത്വാലിബ് സംരക്ഷണം ഏർപ്പെടുത്തി. ആ കുടുംബത്തിൻ്റെ തന്നെ നാഥനായിരുന്നു അദ്ദേഹം. അവർ പറയുന്നതൊക്കെ അബ്ദുൽ മുത്തലിബിന് ശേഷം ആ ഒരു പദവി, ആ ഒരു കുടുംബനാഥൻ എന്ന പദവി അബൂ ത്വാലിബിലേക്കാണ് വന്നത്. അങ്ങനെ ഒരിക്കൽ ഭയങ്കരമായ സമ്മർദ്ദങ്ങളുണ്ടായ സമയത്ത് അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, അബ്കി അലയ്യ വഅലാ നഫ്സിക യാ മുഹമ്മദ്, ഇത് എല്ലാവരോടും കൂടി ഇങ്ങനെ പറഞ്ഞ് നടക്കണ്ട, നീ അതനുസരിച്ച് ജീവിച്ചോ, നമ്മളോടൊക്കെ പറഞ്ഞോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അമ്മാണല്ലോ, പിതൃ സഹോദരനാണല്ലോ. അബൂ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വല്ലാഹി ലൗ വദഉ ശംസ ഫീ യമീനി, അവരെനിക്ക് സൂര്യനെ വലത് കയ്യിൽ വെച്ച് തന്നാലും, വൽ ഖമറ ഫീ യസാരി, ചന്ദ്രനെ ഇടത് കയ്യിൽ വെച്ച് തന്നാലും, അല അൻ അത്റുക ഹാദൽ അംർ, ഞാൻ ഈ കാര്യം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് സൂര്യനെ വലത് കയ്യിലും ചന്ദ്രനെ ഇടത് കയ്യിലും അവർ വെച്ച് തന്നാലും മാ തറക്തുഹു, ഞാനതിനെ ഉപേക്ഷിക്കൂല. ചരിത്രപ്രസിദ്ധമായ ഈ വാക്ക് ആ സമയത്താണ് അബൂ ത്വാലിബിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, ഇദ്ഹബ് ഇബ്ന അഖി, എൻ്റെ സഹോദരൻ്റെ മകനെ നീ പൊയ്ക്കോ. അബൂ ത്വാലിബ് ആ സമയത്ത് സപ്പോർട്ട് നൽകുകയാണ്. ഇദ്ഹബ് ഇബ്ന അഖി ഫഖുൽ മാ അഹ്ബബ്ത്, നിനക്കിഷ്ടമുള്ളത് നീ പറഞ്ഞോ, ആരോടാണെങ്കിൽ പറഞ്ഞോ. ഫവല്ലാഹി ലാ ഉസല്ലിമുക ലിശൈഇൻ അബദ, നിന്നെ ഞാൻ ഒരാൾക്കും കീഴ്പ്പെടുത്തി കൊടുക്കൂല. വീണ്ടും സംരക്ഷണം നൽകുമെന്ന ഉറപ്പ് അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയാണ്. നമുക്കറിയാം, ഇങ്ങനെ അബൂ ത്വാലിബ് വല്ലാതെ സംരക്ഷിച്ച സമയത്ത് അവരെ മക്കയിലുള്ള ആളുകൾ അവർക്ക് അബൂ ത്വാലിബിനും കുടുംബത്തിനും നബിക്കൊക്കെ വിലക്കേർപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഷഅബ് അബീ ത്വാലിബിൻ, ആ സ്ഥലത്തിൻ്റെ പേരെന്നെ ഷഅബ് അബീ ത്വാലിബ് എന്നാണ്. 2 മലകൾക്കിടയിലെ ഒരു വാദിയിൽ, ഒരു പ്രദേശത്ത് അവരോടാരും ബന്ധപ്പെടൂല, അവരോട് വിവാഹബന്ധം പുലർത്തൂല. അങ്ങനെ നബിയുടെ കുടുംബത്തെ, അബൂ ത്വാലിബിൻ്റെ കുടുംബത്തിന് ഭ്രഷ്ട് കൽപ്പിച്ചു. നബിയുടെ ദഅവത്ത് മാറ്റി നിർത്തിയാലേ ഇനി അവരോട് ബന്ധം പുലർത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭ്രഷ്ട് നേരിടുക വരെ അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ചെയ്തു. അലി റളിയല്ലാഹു അൻഹു വളരെ നേരത്തെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ കടന്നു വന്ന സമയത്ത്
അബൂ ത്വാലിബ് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, മാ ഹാദദ്ദീൻ, എന്ത് ദീനിലാണ് ഉള്ളത്? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവായ അബൂ ത്വാലിബിനോട് പറയുന്നുണ്ട്, യാ അബത്തി, ഓ വാപ്പ, ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു, വബി റസൂലില്ലാഹി മുഹമ്മദ്, അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദിൽ ഞാൻ വിശ്വസിച്ചു, വസദ്ദഖ്തുഹു, ഞാൻ മുഹമ്മദ് നബി പറയുന്നത് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു, സദ്ദഖ്തുഹു ബിമാ ജാഅ ബിഹി, എന്താണോ മുഹമ്മദ് കൊണ്ടുവന്നത് അത് ഞാൻ സത്യമാക്കുകയും ചെയ്തു. ഇത് പറഞ്ഞപ്പോൾ അബൂ ത്വാലിബ് മകനോട് പറയുന്നുണ്ട്, അലി റളിയല്ലാഹു അൻഹുവോട് പറയാണ്, അമാ ഇന്നഹു ലം യദ്ഉക ഇല്ലാ ഇലാ ഖൈർ, മോനെ, നിന്നെ മുഹമ്മദ് ഖൈറിലേക്കല്ലാതെ ക്ഷണിച്ചിട്ടില്ല, ഫൽസംഹു, നീ മുഹമ്മദിൻ്റെ കൂടെ നിന്നോ. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അബൂ ത്വാലിബ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഇസ്ലാം ഷഹാദത്ത് ഉച്ചരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ പല അഭിപ്രായമുള്ളവരുണ്ട്. അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം വിശ്വസിച്ചു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അദ്ദേഹത്തിൻ്റെ പല വാക്കുകൾ ഉദ്ധരിച്ച് ഇത് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. എന്തായാലും പരിശുദ്ധ ദീനിന്, അള്ളാഹുവിൻ്റെ റസൂലിന് അബൂ ത്വാലിബ് നൽകിയ സംരക്ഷണം വലുതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യം അള്ളാഹുവിൻ്റെ അടുത്താണ്. അള്ളാഹു വിചാരിച്ചാൽ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾക്ക്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ സ്വീകരിച്ചാൽ അത് അള്ളാഹിൻ്റെ അടുത്തുള്ള കാര്യമാണ്. നമ്മൾക്കതിൽ വിധി പറയാൻ കഴിയില്ല. ഏതായാലും അദ്ദേഹം ഷഹാദത്ത് ഉച്ചരിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ താൻ ഷഹാദത്ത് ഉച്ചരിക്കാതിരിക്കുമ്പോഴും തൻ്റെ മകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ച് വന്നപ്പോൾ, കാരണം നബിക്ക് വഹി കിട്ടുന്ന സമയം, നബിയുടെ നുബുവത്ത് തുടങ്ങുന്ന സമയം അലി റളിയല്ലാഹു അൻഹു നബിയുടെ കൂടെ ഉണ്ട്. അങ്ങനെ വിശ്വസിച്ച് വരുമ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോഴാണ് അബൂ ത്വാലിബ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് എന്ത്, ലൻ നദ്ഉക അമാ ഇന്നഹു ലം യദ്ഉക ഇല്ലാ ഇലാ ഖൈർ, മുഹമ്മദ് നിന്നെ ഖൈറിലേക്കല്ലാതെ ക്ഷണിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് ഫൽസംഹു, മുഹമ്മദിൻ്റെ കൂടെ നിൽക്കണം, സല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അങ്ങനെ അത്രയും സംരക്ഷണം നൽകിയ, ദീനിന് വലിയ മുതൽക്കൂട്ടായ അബൂ ത്വാലിബാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ്. ഹിജ്റയുടെ 3 വർഷം മുമ്പാണ്, ശവ്വാല് പകുതിയിലാണ് അബൂ ത്വാലിബ് മരണപ്പെടുന്നത്. ആമുൽ ഹുസ്ന്, നബിക്ക് ഏറ്റവും ദുഃഖമുണ്ടായ വർഷം, ഖദീജ ബീവിയുടെ മരണവും അന്നാണ് സംഭവിക്കുന്നത്. നമുക്ക് ചരിത്രം അറിയാം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് സംഭവിച്ച ദിനത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തിലെത്തുകൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമുൽ ഹുസ്ന് ഹിജ്റയുടെ 3 വർഷം മുമ്പാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ മനക്ലേശമുണ്ടായ വർഷമാണ്. അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയൊക്കെ വഫാത്ത് നടന്ന സമയം, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവും വലിയ ശ്രേഷ്ഠതയുള്ളവനാണ്. ഫാത്തിമ എന്നാണ് പേര്. ഫാത്തിമ ബിൻത് അസദ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഹിജ്റ പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം അബൂ ത്വാലിബ് ഏറ്റെടുത്തത് മുതൽ നബിക്ക് ഉമ്മയെപ്പോലെ പരിചരണം നൽകിയ ആളാണ് ഫാത്തിമ ബിൻത് അസദ്. ഫാത്തിമ ബിൻത് അസദ് ബിൻ ഹാഷിം ബിൻ അബ്ദു മനാഫ്. മദീനയിലാണ് മഹദി വഫാത്താകുന്നത്. കാരണം ഹിജ്റ പോയിട്ടുണ്ട്, മദീനയിൽ വെച്ചാണ് വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കമീസ് കൊടുത്തു. ആ കമീസാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ, നബി അലി റളിയല്ലാഹുവിൻ്റെ മാതാവിനെ കുറിച്ചാണ് പറയുന്നത്. അലി റളിയല്ലാഹുവിൻ്റെ ഭാര്യ നബിയുടെ മകളായ ഫാത്തിമയെ കുറിച്ചല്ല റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹുവിൻ്റെ മാതാവായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ നബിയുടെ കമീസിലാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കഫൻ ചെയ്യുന്നത്. അങ്ങനെ നബി തന്നെ ഖബറിലേക്ക് ഇറങ്ങി. നബി ഖബറിൽ ഇറങ്ങി നിന്ന സംഭവം നമുക്കറിയാം. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഖബറടക്കുന്നതിന് മുമ്പ് നബി ഖബറിൽ ഇറങ്ങി നിന്നു. നബി ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഫഹിയ ഉമ്മി ബഅദ ഉമ്മി അല്ലത്തി വലദത്നി, എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മാക്ക് ശേഷമുള്ള എൻ്റെ ഉമ്മയാണിത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറയുന്നുണ്ട്. നബിയുടെ ഉമ്മാൻ്റെ സ്ഥാനത്തുള്ള ഫാത്തിമ, നബിയുടെ പിതാവിൻ്റെ സ്ഥാനത്തുള്ള അബൂ ത്വാലിബ്,
അവരാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാപിതാക്കൾ. അത്രയും നല്ല ഒരു കുടുംബത്തിലാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനിച്ചു വീഴുന്നത്. ഇനി അലി റളിയല്ലാഹുവിൻ്റെ സഹോദരിമാർ, അവരിലും പലരും നബിയോട് അടുത്ത ബന്ധം പുലർത്തിയ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്. അലി റളിയല്ലാഹുവിന് 3 സഹോദരങ്ങളാണ്. ഒരാൾ ത്വാലിബ്, മൂത്ത മകൻ, അബൂ ത്വാലിബിൻ്റെ മൂത്ത മകൻ ത്വാലിബാണ്. അതുകൊണ്ടാണ് അബൂ ത്വാലിബ് എന്നറിയപ്പെട്ടത്. താലിബിൻ്റെ ഉപ്പാണ്. ത്വാലിബാണ് ഒന്നാമത്തെ മകൻ. രണ്ടാമത്തെ സഹോദരൻ അഖീൽ, മൂന്നാമത്തെ സഹോദരൻ ജാഫർ. ഇതാണ് അലി റളിയല്ലാഹുവിൻ്റെ സഹോദരന്മാർ. 1 ത്വാലിബ്, 2 അഖീൽ, 3 ജാഫർ. അതുപോലെ 3 സഹോദരിമാരുണ്ട്. 1 ഉമ്മുഹാനി, 2 ജുമാന, 3 റൈത്ത ബിൻത് അബി ത്വാലിബ്, ജുമാന ബിൻത് അബി ത്വാലിബ്, ഉമ്മുഹാൻ ബിൻത് അബി ത്വാലിബ്. അങ്ങനെ 3 സഹോദരിമാരും 3 സഹോദരന്മാരുമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഉള്ളത്. ഇതിൽ നമ്മൾ എടുത്ത് പറയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സഹോദരൻ ജാഫർ ഇബ്നു അബീ ത്വാലിബാണ്. അലി റളിയല്ലാഹുവിൻ്റെ 3 സഹോദരന്മാർ നമ്മൾ പറഞ്ഞല്ലോ. ത്വാലിബാണ് ഒന്ന്, അഖീലാണ് മറ്റൊന്ന്, പിന്നൊന്ന് ജാഫറാണ്. ജാഫർ ഇബ്നു അബീ ത്വാലിബ്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനായ ജാഫർ ഇബ്നു അബീ ത്വാലിബ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ആളാണ്. വളരെ നേരത്തെ അലി റളിയല്ലാഹുവിനെ പോലെ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്. അദ്ദേഹം പിന്നീട് ഹബശയിലേക്ക് ഹിജ്റ പോയി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ മദീനയിലേക്കുള്ള ഹിജ്റ നടക്കുന്നതിന് മുമ്പ് നബിയുടെ കൽപ്പന പ്രകാരം സ്വഹാബികൾ പലരും ഹബശയിലേക്ക്, എത്യോപ്യയിലേക്ക് ഹിജ്റ പോയിരുന്നു. അങ്ങനെ ജാഫർ ബിൻ അബീ ത്വാലിബ് ആ സമയത്ത് ഹിജ്റ പോയിരുന്നു. ആ ഹിജ്റ പോയി അവിടെയാണ് പിന്നെ ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്വഹാബികളും ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ജാഫർ ബിൻ അബീ ത്വാലിബിൻ്റെ കരങ്ങളാലാണ് എത്യോപ്യയുടെ ഭരണാധികാരിയായിരുന്ന നജ്ജാശി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ അദ്ദേഹവും അവിടേക്ക് പോയൊരു കുറേ ആൾക്കാർ അവിടെ തന്നെ കൂടി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബർ, യഹൂദന്മാരുടെ വലിയ കോട്ടയും സന്നാഹമുള്ള ഖൈബർ കീഴടക്കിയ സമയത്ത്, ഖൈബർ പോരാട്ടം നടക്കുന്ന സമയത്ത് ഹബശയിലുള്ളവരോട് അറിയിച്ചു, നിങ്ങൾ ഇങ്ങോട്ട് മടങ്ങി വരണം. അങ്ങനെ ജാഫർ ബിൻ അബീ ത്വാലിബും റളിയല്ലാഹു അൻഹു സംഘവും ഖൈബറിലേക്ക് പോന്നു. അങ്ങനെ അവർ ഖൈബറിലേക്ക് എത്തുമ്പോഴേക്ക് ഏകദേശം ഖൈബർ കീഴടക്കി വിജയിച്ചിട്ടുണ്ട്, യുദ്ധം അവസാനിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അവർ ഖൈബറിൽ പങ്കെടുത്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണക്കാക്കുകയും ഖൈബറിൽ നിന്നുള്ള വിഹിതം അവർക്ക് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖൈബറിലേക്ക് ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. നബി പറയാണ്, മാ അദിരി അനബി അയ്യിഹിമാ അസർ, ഈ 2 കാര്യങ്ങളിൽ ഏതിലാണ് ഞാൻ കൂടുതൽ സന്തോഷിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. അബി ഫത്ഹി ഖൈബറ, ഖൈബർ വിജയിച്ചതിലാണോ, അംബി ഖുദൂമി ജാഫറ, അതോ ജാഫർ വന്നതിലാണോ? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ട ആളായിരുന്നു ജാഫർ ബിൻ അബീ ത്വാലിബ്. അലി റളിയല്ലാഹുവിൻ്റെ സഹോദരനാണ്. ഖൈബർ കീഴടക്കുക എന്നത് ചെറിയ കാര്യമില്ല. അത്രയും വലിയൊരു വിജയത്തിൽ നിൽക്കുമ്പോൾ ഖൈബറിലേക്ക് ഹബ്ശയിൽ നിന്ന് മടങ്ങി വന്ന ജാഫറിൻ്റെ മടങ്ങി വരവിലാണോ അതോ ഖൈബറിൻ്റെ വിജയത്തിലാണോ ഞാൻ സന്തോഷിക്കേണ്ടതെന്ന് പറയുമ്പോൾ ജാഫർ റളിയല്ലാഹു അൻഹു എത്ര സന്തോഷിക്കണം. ഈ ഖൈബറിൻ്റെ വിജയവും ഈ സന്തോഷമൊക്കെ ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഒന്നിങ്ങനെ ചാടി നടന്നു എന്നാണ്. അപ്പം നബി ചോദിച്ചു, എന്താണ് ജാഫർ കാണിക്കുന്നത്? അപ്പം ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, ഈ സന്തോഷം നജ്ജാശി അറിഞ്ഞിരുന്നെങ്കിൽ നജ്ജാശി ഇങ്ങനെയാണ് അത് ആഘോഷിക്കുക എന്ന്. അതായത് എത്യോപ്യയിലുള്ള ആളുകളുടെ ഒരു ആഘോഷ രീതിയാണ്. ഒറ്റക്കാലം വന്നിട്ട് ഇങ്ങനെ ഒന്ന് ചാടി വട്ടം കറങ്ങി. അപ്പം നബി അതിനെ എതിർത്തതൊന്നുമില്ല. നബി ആ ആഘോഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾക്കൊണ്ടു. ആ സന്തോഷത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനിച്ചത്, വളർന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രയേറെ മഹത്വമുള്ള കുടുംബത്തിലാണ്
ഹാഷിമിയാണ്. നബിയുടെ പിതൃ സഹോദരനായ അബൂ ത്വാലിബിൻ്റെ മകനാണ്. നബിയെ പോറ്റി വളർത്തിയ ഫാത്തിമ എന്ന മാതാവിൻ്റെ മകനാണ്. അതുപോലെ നബിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ജാഫർ ബിൻ അബീ ത്വാലിബിൻ്റെ സഹോദരനാണ്. നബിയുടെ പുന്നാര മകൾ ഫാത്തിമയെ വിവാഹം ചെയ്ത നബിയുടെ മരുമകനാണ്. പ്രതിസന്ധി വേളകളിലൊക്കെ റസൂലിന് താങ്ങായി റസൂലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൻ്റെ ഈ ഒരു ഘട്ടം പറയുമ്പോൾ തന്നെ അലി റളിയല്ലാഹുവിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ഇനി നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അലി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത്, ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത്, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് ഒക്കെ എന്ത് ദൗത്യമാണ് നിർവഹിച്ചതെന്ന്, അതുപോലെ അലി റളിയല്ലാഹുവിൻ്റെ ഇബാദത്തിനെ കുറിച്ച്, അലി റളിയല്ലാഹുവിൻ്റെ ധർമ്മനിഷ്ഠയെക്കുറിച്ച്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അറിവിനെക്കുറിച്ച്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തർബവിയായ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള സിദ്ധിയെക്കുറിച്ച്, ആളുകളെ തർബിയത്ത് ചെയ്യാനുള്ള സിദ്ധികളെക്കുറിച്ച്, പിന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിനെ കുറിച്ച്. സംഭവബഹുലമായ ഖിലാഫത്താണ്. നമുക്കറിയാം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ധീരശഹാദത്ത് സംഭവിച്ച് നിൽക്കുന്ന സമയമാണ്. നമ്മൾ അവിടെയാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ആ ഒരു വേളയിലാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുസ്ലിം ലോകത്തിൻ്റെ ഭരണാധികാരിയായി കടന്നു വരുന്നത്. എങ്ങനെയാണ് ബൈഅത്ത് നടക്കുന്നത്, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തുടങ്ങിയതൊക്കെ നമുക്ക് ഖിലാഫത്ത് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയാം. അങ്ങനെ ആ ഫിത്ന നടന്ന സമയത്ത് അധികാരത്തിലേക്ക് വരുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എടുത്ത നിലപാടുകൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. അങ്ങനെ അലി റളിയല്ലാഹുവിൻ്റെ ഷഹാദത്ത് നമുക്കറിയാം. അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുകയാണ്. ആ ഷഹാദത്ത് വരെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ. അലി റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിനിടയിൽ വേറെയും ചില സ്വാരസ്യങ്ങൾ, മുസ്ലിം ലോകത്ത് ഉടലെടുത്ത പല വിഷയങ്ങളും, അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുമായിട്ടുണ്ടായ ചില അസ്വാരസ്യങ്ങൾ, ആ സ്വാരസ്യങ്ങൾ നിലനിൽക്കുമ്പോഴും അവർ പുലർത്തിയ അദബുൽ ഖിലാഫ്, അഭിപ്രായ വ്യത്യാസം എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴും പെരുമാറേണ്ടത്, പരസ്പരം ബഹുമാനിക്കേണ്ടത്, അതിൻ്റെ മഹത്തായ മാതൃക, ഇതൊക്കെ നമുക്ക് അവരുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിൻ്റെ വേളയിൽ സൂചിപ്പിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ പതാക നാളെ കൊടുക്കും റജുലൻ, ഒരാൾക്ക്, യഫ്തഹുല്ലാഹു അലാ യദൈ, അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ അള്ളാഹു ഇവിടെ വിജയമുണ്ടാക്കും. എന്താണ് അയാളുടെ പ്രത്യേകത? യുഹിബ്ബുല്ലാഹ വ റസൂല, അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല യുഹിബ്ബുഹുല്ലാഹു വ റസൂലു, അദ്ദേഹത്തെ അള്ളാഹും റസൂലും തിരിച്ച് ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുവും റസൂലും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ട അറിവിൻ്റെ വലിയ വാതായനങ്ങൾ മുസ്ലിം ലോകത്തിന് തുറന്നു കൊടുത്ത, ഭരണം കൊണ്ടും ജീവിതം കൊണ്ടും മാതൃക തീർത്ത അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കടന്നു പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരായ ഖുലഫാഉർ റാഷിദയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറുകളും തുറന്നു നൽകുമാറാവട്ടെ. ഇന്നത്തെ പ്രത്യേക ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങായി തണലായി എല്ലാവരും കൈയൊഴിഞ്ഞ സമയത്തും റസൂലുള്ളാഹിക്ക് സാമ്പത്തികമായും മാനസികമായും ഒക്കെ സപ്പോർട്ട് നൽകിയ ആളാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അള്ളാഹു അവരുടെ മഹത്വം കൊണ്ട് നമ്മുടെ വരുന്ന തലമുറയെ, മക്കളെയൊക്കെ ഖൈറായ പാതയിൽ നയിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലെ ആദ്യ 10 ദിനങ്ങൾ നമ്മളോട് വിട പറയാനിരിക്കുകയാണ്. റഹ്മത്തിൻ്റെ 10 നമ്മളിൽ നിന്ന് വിട ചൊല്ലുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മത്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കും തിരിച്ച് റഹ്മത്ത് കിട്ടുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും റഹ്മത്ത് കിട്ടാൻ വേണ്ടി പടച്ചോനെ എന്നോട് കരുണ ചെയ്യണമെന്ന് ദുആ ചെയ്ത് നടക്കുകയാണ്. പടച്ചോനെ എനിക്കത്, എൻ്റെ ആ കാര്യം ശരിയാക്കി തരണം, ഈ കാര്യം ശരിയാക്കി തരണം, രോഗം ശിഫിയാക്കി തരണം, എന്നോട് നിനക്ക് കരുണയുണ്ടാകണം. ഇതൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ
ആവശ്യപ്പെട്ട് നടക്കുകയാണ്. എന്നാൽ നമുക്ക് കരുണ കിട്ടാനുള്ള വഴി അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ദുആ ചെയ്യണം, ദുആ എല്ലാത്തിനും ആവശ്യമാണ്. പക്ഷെ നിങ്ങൾക്ക് കരുണ കിട്ടണോ? അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നിങ്ങളുടെ പരിസരത്തുള്ളവർക്ക് കരുണ ചെയ്യണം. ഇർഹമു മൻ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുവിൻ. ഇർഹംകും മൻ ഫിസ് സമാ, എന്നാൽ ആകാശലോകത്തുള്ള അള്ളാഹു നിങ്ങൾക്കും കരുണ ചെയ്യും. നമ്മുടെ പരിസരങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കുക. കഷ്ടത അനുഭവിക്കുന്നവരുണ്ടാവും, രോഗം അനുഭവിക്കുന്നവരുണ്ടാവും. അവരോട് കരുണ ചെയ്യാറുന്നാൽ സമ്പത്തുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സമ്പത്തില്ലെങ്കിലും കരുണ എന്ന് പറഞ്ഞാൽ അത് പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, നല്ല വാക്ക് പറയലും ശാരീരികമായ സഹായം ചെയ്യലും ഒരാളുടെ സന്തോഷത്തിലും സങ്കടത്തിലൊക്കെ കൂടെ നിൽക്കലും ഇതൊക്കെ കരുണയാണ്. സഹജീവികളോട് മറ്റിതര ജീവികളോടൊക്കെ കരുണ കാണിക്കുക. അപ്പോൾ അള്ളാൻ്റെ റഹ്മത്ത് നമുക്കും കിട്ടും. അള്ളാഹു റഹ്മത്തിൻ്റെ 10 വിട നൽകുന്ന ഈ വേളയിൽ അവൻ്റെ റഹ്മത്തിന് അവകാശികളായവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة أبو بكر عمر وعثمان وعلي وسعيد وسعد طلحة والزبير وعامر وابن العوف تمام العشرة.